ഓഗസ്റ്റ് 15-ന് സ്വതന്ത്ര സമര സേനാനി വി.ഡി. സവർക്കറെക്കുറിച്ച് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിക്കാൻ യുവമോർച്ച കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വി.ഡി. സവർക്കറെക്കുറിച്ചുള്ള ചരിത്ര സത്യങ്ങളാകും ചോദ്യങ്ങളായി വരികയെന്ന് യുവമോർച്ച റൂറൽ ജില്ലാ പ്രസിഡന്റ് ശ്രീഹരി വ്യക്തമാക്കി. കേരളത്തിലെ ദേശീയതയെയും ദേശീയവാദികളെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇവിടുത്തെ കോൺഗ്രസും ഇടത് സംഘടനകളും സവർക്കറെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതേപോലെ അദ്ദേഹത്തെ കുറിച്ച് എടുത്തിട്ടുള്ള നിലപാടുകളും ആ നിലപാടുകളൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ മെഗാ സവർക്കർ ക്വിസിൽ യുവമോർച്ച കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് കോഴിക്കോട് നിന്നും. അനഘ, ഈ ആഗസ്റ്റ് 15-ലെ മെഗാ ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട് ABP നേതൃത്വം എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? KP ഈ ഓഗസ്റ്റ് ദിനത്തോട് അനുബന്ധിച്ച് ആ ദിവസം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള വി.ഡി. സവർക്കറെ കുറിച്ചുള്ള ഒരു മെഗാ കിസ്സാണ് ഈ യുവമോർച്ച കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ന് നടത്തുക. അതിൽ ഈ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വി.ഡി. സവർക്കറെ കുറിച്ച് മറ്റ് നേതാക്കൾ, ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, കോൺഗ്രസിന്റെ ആളുകൾ പറഞ്ഞത്, അതുപോലെ ഇടതുപക്ഷത്തിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ക്വിസ് സംഘടിപ്പിക്കുക. ഇതിൽ പ്രധാനമായും ഇത്തരത്തിലൊരു ക്വിസ് സംഘടിപ്പിക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് വി.ഡി. സവർക്കറെ ഉൾപ്പെടുത്തിയ ഒരു ചോദ്യാവലി തയ്യാറാക്കിയതിന്റെ പേരിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നിരുന്നു. ഇതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള വി.ഡി. സവർക്കറെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിലായിരുന്നു അധ്യാപകനെതിരെ നടപടിയെടുത്തത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അന്ന് ദിവസം ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വി.ഡി. സവർക്കറെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഗാ ക്വിസിന് ഈ യുവമോർച്ച റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറെടുക്കുന്നത്. KP ശരി, അനഘയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.